സംസ്ഥാനത്തെ ജില്ലാ വിഭജന നീക്കത്തിനൊരുങ്ങി സർക്കാർ. പുനർവിഭജന കമ്മീഷൻ ഉടൻ നിയോഗിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. മൂവാറ്റുപുഴ കേന്ദ്രമാക്കി പുതിയ ജില്ല വേണമെന്ന മാത്യു കുഴൽനാടൻ MLA യുടെ ആവശ്യത്തിനാണ് അതേ വേദിയിൽ VD സതീശന്റെ മറുപടി. തിരുവനന്തപുരം, എറണാകുളം, മലപ്പുറം ജില്ലകൾ വിഭജിക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കെയാണ് പ്രഖ്യാപനം. മൂവാറ്റുപുഴ നഗരസഭയുടെ ഓണാഘോഷ പരിപാടിയാണ് വേദി. മുഖ്യമന്ത്രിക്ക് മുന്നിൽ മൂവാറ്റുപുഴ ജില്ലാ രൂപീകരണമെന്ന ആവശ്യമുയർത്തി മാത്യു കുഴൽനാടൻ MLA. ഞങ്ങളുടെ നേതൃത്വത്തിൽ ഈ സംസ്ഥാനത്ത് ഒരു പുതിയ ജില്ല രൂപീകരണമാകുമെങ്കിൽ ആദ്യത്തെ ജില്ല മൂവാറ്റുപുഴ ജില്ലയായിരിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഗൗരവമായി പരിഗണിക്കുമെന്നും പുനർവിഭജന പഠനത്തിനായുള്ള കമ്മീഷൻ ഉടൻ രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രിയുടെ മറുപടി. ആ കാര്യം കൂടി ഗൗരവമായി പരിശോധിക്കുന്നുണ്ട്. ഒരു ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഈ ഗവൺമെന്റ് കൊണ്ടുവരും. ആ കാര്യത്തിൽ ഇതുകൂടി ഉറപ്പായിട്ട് പരിഗണിക്കും. മൂവാറ്റുപുഴ, തിരൂർ, നെയ്യാറ്റിൻകര എന്നിങ്ങനെ പുതിയ ജില്ലകൾ വരുമോ എന്നതിൽ ചർച്ച. എറണാകുളം, ഇടുക്കി ജില്ലകൾ വിഭജിച്ചാണ് മൂവാറ്റുപുഴ ജില്ലയെന്ന ആശയം. ജനസംഖ്യാനുപാതികമായ ഘടകങ്ങൾ പരിഗണിച്ച് മലപ്പുറം ജില്ലാ വിഭജനം ദീർഘനാളായുള്ള ആവശ്യം. നെയ്യാറ്റിൻകര കേന്ദ്രീകരിച്ച് തിരുവനന്തപുരത്തും പുതിയ ജില്ലയെക്കുറിച്ചുള്ള ചർച്ചകളുണ്ട്. നാളിലധികം പുതിയ ജില്ലകൾക്കായുള്ള നിവേദനങ്ങൾ പല കാലങ്ങളിൽ സർക്കാരുകൾക്ക് മുന്നിലെത്തിയിട്ടുണ്ട്. ജില്ലകളുടെയും താലൂക്കുകളുടെയും വിഭജനം പഠിക്കാൻ പ്രത്യേക കമ്മീഷനെ നിയോഗിക്കുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. 1982 പത്തനംതിട്ടയ്ക്കും 84 കാസർഗോഡിനും ശേഷം സംസ്ഥാനത്ത് മറ്റൊരു ജില്ല രൂപീകരിച്ചിട്ടില്ല. റിപ്പോർട്ടർ, കൊച്ചി.